ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ശരീരത്തെയും ആത്മാവിനെയും ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുന്ന സമയം. നോമ്പ് പുറമെയുള്ള ആചാരമല്ല. യഥാർത്ഥ നോമ്പ് അകമേയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം. ഇസ്രായേൽ ജനതയുടെ 40 സംവത്സരത്തെ മരുഭൂമി അനുഭവം, യേശുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമി അനുഭവം എല്ലാം നോമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 40 ദിവസത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രലോഭനങ്ങളെ അതിജീവിച്ച യേശുവാണ് നമ്മുടെ മാതൃക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ. ഈ വേദഭാഗം നോമ്പുകാലത്ത് വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1. ഫാസ്റ്റിംഗ്, വർജനം. ഭക്ഷണം തുടങ്ങി നമ്മെ അടിമപ്പെടുത്തുന്നവയെ വേണ്ട എന്ന് വയ്ക്കുക. 2. സറണ്ടർ, സമർപ്പണം. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, ആലോചനകൾ, പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അവസരം. 3. ഫോർഗീവ്, ക്ഷമിക്കുക. വിദ്വേഷവും പകയും പെരുകുന്ന ഈ കാലത്ത് ക്ഷമിക്കുവാനുള്ള മനസ്സ് രൂപപ്പെടുത്തുന്ന അവസരം. 4. ഗിവ്, പങ്കുവെക്കൽ, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഒരു അവസരം. ഈ നോമ്പുകാലം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുന്ന അവസരമാകട്ടെ. നോമ്പ് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത് പോലെ അതിനോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നതും ആകണം. ഈ വർഷത്തെ നോമ്പ് നമ്മെ രൂപാന്തരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗസ്ഥ പരമപിതാവേ, ദൈവമേ കർത്താവേ, ഈ നോമ്പ് കാലത്ത് അവിടുത്തെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നതായ ഈ സമയങ്ങളിൽ കർത്താവെ, ഞങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനും കർത്താവെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നതിന് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നത് പോലെ തന്നെ മനുഷ്യനുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല മാനവും മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Saştangım beni da, saştangım